ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. മകരം രാശിയിൽ 30 നാഴികയും കുംഭം രാശിയിൽ 30 നാഴികയും കൂടിച്ചേരുന്നതായ നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രം. മകരം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ ഈശ്വരാനുഗ്രഹത്തോടുകൂടി ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്. ദൈനംദിന ജീവിതത്തിലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലും എല്ലാം ധാരാളമായിട്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. ഈ ആഗസ്റ്റ് മാസത്തിൽ നിവർത്തിച്ച് കിട്ടേണ്ടിയിരുന്നതായിട്ടുള്ള പല കാര്യങ്ങളും അനുകൂലമായിട്ട് വരുവാനും സാധിക്കുന്നതായിട്ടൊരു മാസമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. കർമ്മസംബന്ധമായിട്ടും തൊഴിൽപരമായിട്ടും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മസംബന്ധമായിട്ട് കാര്യങ്ങളെയെല്ലാം തന്നെ നോക്കി കണ്ട് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. പ്രത്യേകിച്ച് ഈ സമയങ്ങളിൽ കർമ്മസംബന്ധമായിട്ട് അഭിപ്രായ ഭിന്നതകളോ വിഷമതകളോ വരാതെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാമാതുല കാരകനായിരിക്കുന്ന ബുധനാണെങ്കിലോ അഷ്ടമഭാവത്തിൽ നിൽക്കുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിദ്യാർത്ഥികളിൽ പഠനകാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ടെങ്കിലും വിദ്യാമാതുല കാരകനായ ബുധന് അഷ്ടമഭാവസ്ഥിതി കാണുന്നതുകൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ടും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. എന്നാൽ ഈ ബുധൻ ആഗസ്റ്റ് മാസം 22-ാം തീയതിക്ക് ശേഷം ഭാഗ്യസ്ഥാനത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ട് 22-ാം തീയതിക്ക് ശേഷം വിദ്യാർത്ഥികളിൽ ഭാഗ്യപരമായിട്ട് അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നതായ സമയമാണ്. ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട്, പ്രത്യേകിച്ച് ഈ ആഗസ്റ്റ് മാസം 22-ാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലായാലും സന്താനഭാവങ്ങളിലായാലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസ്സന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ധനപരമായിട്ടും ലാഭകരമായിട്ടും എല്ലാം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു കാര്യം ചിലവ് വർധനവിനും സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് അവതാര വിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാന് നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി ചെയ്യുന്നതും വളരെ ഐശ്വര്യമാണ്. ദേവീക്ഷേത്രത്തിലാണെങ്കിലോ ത്രിപുര സുന്ദരി മന്ത്രം കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. കുംഭം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരിലാണെങ്കിൽ ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ വരാതെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടൊരു സമയമാണ്. വളരെയധികം ശ്രദ്ധയോടും ആത്മവിശ്വാസത്തോടും ഈശ്വര ആരാധനയോടും കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾ കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. കർമ്മസംബന്ധമായിട്ടാണെങ്കിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അവർ ഏറ്റെടുക്കുന്നതായിട്ടുള്ള കർമ്മമണ്ഡലത്തിലാണെങ്കിൽ സന്തോഷത്തിനും മനോബലത്തിനും എല്ലാം അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നതായിട്ടൊരു സമയമാണ്.
വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പഠന കാര്യങ്ങളിൽ അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ. ധനപരമായിട്ടും കുടുംബപരമായിട്ടും എല്ലാം ശ്രേയസ്സും അഭിവൃദ്ധിയും കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. കുടുംബത്തിലാണെങ്കിലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലാണെങ്കിലും ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങളും ശ്രേഷ്ഠതകളും കാണുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് ഈ സമയത്ത് ശിവക്ഷേത്രത്തിൽ ജലധാര ചെയ്യുന്നതും പഞ്ചാക്ഷരി മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്.